ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മലക്കയറ്റം, ട്രക്കിംഗ് തുടങ്ങിയ സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ നിദ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തകരുടെ സഹായം ഉടൻ ലഭ്യമാക്കാൻ ഇതുവഴി സഹായിക്കും. പ്രത്യേക ലിങ്ക് ഉപയോഗിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 2 വർഷം മുമ്പാണ് നിദ ആപ്പ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം പുറത്തിറക്കിയത്. ഒറ്റ ക്ലിക്കിലൂടെ ആംബുലൻസ് സേവനം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. സംസാരിക്കാൻ കഴിയാത്തവരെയും കേൾവി വൈകല്യമുള്ള ആളുകൾക്കും ഈ ഫീച്ചർ ഏറെ ഉപകാരപ്രദമാണ്. അപകടങ്ങൾ, പരിക്കുകൾ, നഷ്ടങ്ങൾ, കെട്ടിടങ്ങളും മറ്റും തകർച്ച, തീപിടുത്തങ്ങൾ, മുങ്ങിമരണം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങൾ ആപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യാം. ഏറ്റവും അടുത്തുള്ള സിവിൽ ഡിഫൻസ് ആംബുലൻസ് കേന്ദ്രം, സമീപത്തുള്ള ആരോഗ്യ സ്ഥാപനം എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് മാപ്പും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ദോഫാർ ഗവർണറേറ്റിലും ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ മേഖലകളിലും മഴ ലഭിച്ചു. ഉയർന്ന പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത്. വാദികൾ നിറഞ്ഞൊഴുകി, റോഡുകളിലേക്കും വെള്ളം കയറി. അതേസമയം മഴ ലഭിച്ച പ്രദേശങ്ങളിൽ കാറ്റും ശക്തമായിരുന്നു. അൽഹജർ പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. കുത്തനെ ഉയരുന്ന വിമാന ടിക്കറ്റ് വർധനവ് മൂലം നടുവൊടിഞ്ഞ പ്രവാസികൾക്ക് വീണ്ടും ഇരുട്ടിടിയായി എയർപോർട്ട് യൂസർ ഫീയിലും വർധന. കേരളത്തിൽ അദാനി ഏറ്റെടുത്ത തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് യൂസർ ഫീ ഇരട്ടിയായി വർദ്ധിപ്പിച്ചത്. വിമാനത്താവളത്തിൽ ആദ്യമായി വന്നിറങ്ങുന്നവർക്കും യൂസർ ഫീ ബാധകമാക്കി. നിലവിൽ ആഭ്യന്തര യാത്രക്കാർക്ക് 506 രൂപയും അന്താരാഷ്ട്ര യാത്രക്കാർക്ക് 1069 രൂപയുമാണ് യൂസർ ഫീ. പുതുക്കിയ നിരക്കനുസരിച്ച് ജൂലൈ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെ യാത്ര തുടങ്ങുന്ന ആഭ്യന്തര യാത്രക്കാർക്ക് 770 രൂപയും വന്നിറങ്ങുമ്പോൾ 330 രൂപയും നൽകണം. 2025-26 വർഷം ഇത് യഥാക്രമം 840-360, 2026-27 വർഷം ഇത് 910-390 ഉയരും. യാത്ര തുടങ്ങുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഇത് യഥാക്രമം 1540, 1680, 1820 എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചത്. വിദേശത്തു നിന്നും വന്നിറങ്ങുന്നവർക്ക് 660, 720, 780 എന്നിങ്ങനെ നൽകേണ്ടി വരും. വിമാനങ്ങളുടെ ലാൻഡിംഗ് ചാർജ് ഒരു മെട്രിക് ടണ്ണിന് 309 എന്നത് 3 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് 890 രൂപയാക്കിയിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷങ്ങളിൽ ഇത് 1400-ഉം 1650-ഉമായി വർദ്ധിപ്പിക്കാം. വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ നൽകേണ്ട ലാൻഡിംഗ് ചാർജും വർദ്ധിപ്പിച്ചു. വിമാന കമ്പനികൾക്ക് 2200 രൂപ ഇന്ധന സർചാർജും ഏർപ്പെടുത്തി. സൗദി അറേബ്യയിൽ പൊതു റോഡുകൾ, പാർക്കിംഗ് ഏരിയകൾ, മറ്റ് നിർദ്ദിഷ്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കും മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനങ്ങൾ നിർത്തുന്നവർക്കും എതിരെ നടപടി കടുപ്പിക്കാൻ തീരുമാനം. ഇത്തരം നിയമലംഘനം നടത്തുന്നവർ കനത്ത പിഴ നൽകേണ്ടി വരും. തെറ്റായ പാർക്കിങ്ങിനാണ് പിഴശിക്ഷ ഒടുക്കേണ്ടി വരിക. കൂടാതെ നിയമലംഘനം നടത്തിയ വാഹനങ്ങൾ വിഞ്ചിൽ കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള ചെലവും വാഹന ഉടമകൾ പിഴത്തുകയ്ക്കൊപ്പം നൽകേണ്ടി വരും. വിവിധ പാർക്കിംഗ് ചട്ടലംഘനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന പിഴസംഖ്യയും അധികൃതർ പുറത്തുവിട്ടു. നിശ്ചിത സമയത്തിലേറെ പെയ്ഡ് പാർക്കിംഗ് വാഹനങ്ങൾ നിർത്തിയിട്ടാൽ 100 റിയാൽ പിഴയടക്കണം. പാർക്കിംഗ് സ്ഥലത്ത് തെറ്റായ ദിശയിൽ നിർത്തിയിടുന്നതിന് 100 റിയാൽ. സാധാരണ പാർക്കിംഗ് സ്ഥലത്ത് അനുവദിച്ച സമയത്തിൽ കൂടുതൽ സമയം പാർക്ക് ചെയ്യുന്നതിന് 100 റിയാൽ. പാർക്കിംഗ് നിരോധിത സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 300 റിയാൽ. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം മാറ്റിവച്ചിരിക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതിന് 300 റിയാൽ. പെയ്ഡ് പാർക്കിംഗ് ഏരിയ ഫീ നൽകാതെ വാഹനം പാർക്ക് ചെയ്താൽ 200 റിയാൽ. അടിയന്തര ആവശ്യത്തിന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മേഖലയിൽ പാർക്ക് ചെയ്താൽ 900 റിയാൽ. കെട്ടിട അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ പാർക്ക് ചെയ്യുന്ന പക്ഷം 500 റിയാൽ. പാർക്കിംഗ് സ്ഥലത്ത് അനുമതിയില്ലാതെ തടസ്സമുണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ മാർഗതടസ്സമുണ്ടാക്കി അടച്ചിടുന്നതും സ്വന്തം വാഹനത്തിന് പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം പിടിച്ചു വയ്ക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് 400 റിയാൽ. ഇതുകൂടാതെ നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ വിഞ്ചിൽ കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള ചെലവ് വാഹന ഉടമയിൽ നിന്നും ഈടാക്കും. വലിയ വാഹനങ്ങൾക്ക് 1250 റിയാൽ പിഴയാണെങ്കിൽ കാർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് 250 റിയാലാണ് പിഴ നൽകേണ്ടി വരുന്നത്. രാജ്യത്ത് 59.5 ഗ്രാം ഭാരമുള്ള അസാധാരണമായ അപൂർവ ഉൽക്കാശില കണ്ടെത്തിയതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു.
ലോകമെമ്പാടുമുള്ള നേരത്തെ കണ്ടെത്തിയ ഉൽക്കാശിലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2020 ഫെബ്രുവരി 5-ന് ഒമാനിൽ കണ്ടെത്തിയ ഉൽക്കാശിലയുടെ അസാധാരണമായ അപൂർവതയെ അടുത്തിടെ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങൾ അടിവരയിടുന്നു. ചന്ദ്രന്റെ ഏറ്റവും പുറംപാളിയുടെ സവിശേഷതകളെയും ഘടകങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രീയ അറിവുകളെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് ഉൽക്കാശിലയുടെ പഠനം സഹായിക്കുമെന്നും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിൽ വ്യക്തിഗത ആദായനികുതി ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് കരട് നിയമം സ്റ്റേറ്റ് കൗൺസിലിന് മജ്ലിസ് ഷൂറ കൈമാറി. വ്യക്തികളുടെ മേലിലുള്ള ആദായനികുതി സംബന്ധിച്ച കരടിന്മേൽ നിയമനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് സ്റ്റേറ്റ് കൗൺസിലിന് കൈമാറിയിരിക്കുകയാണ്. മജ്ലിസ് ഷൂറ ചെയർമാൻ ഖാലിദ് ബിൻ ഹിലാൽ അൽ മൗവലിയുടെ നേതൃത്വത്തിൽ നടന്ന 10ാമത് ഷൂറ സെഷനിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിലെ തൊഴിലധിഷ്ഠിത സാങ്കേതിക പരിശീലനങ്ങൾ, സൊഹറിലെ മൊത്തവിതരണ വിപണി സ്ഥാപിക്കൽ തുടങ്ങിയ വിഷയങ്ങളും മജ്ലിസ് ഷൂറ സെഷനിൽ ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ, ശാസ്ത്ര, ഗവേഷണ, ഇന്നൊവേഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും സെഷനിൽ ചർച്ചയായി. രാജ്യത്ത് വ്യക്തിഗത ആദായനികുതി ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നേരത്തെയും ചർച്ചകൾ ഉയർന്നിരുന്നു എങ്കിലും കഴിഞ്ഞ വർഷം നികുതി നിലവിൽ ഏർപ്പെടുത്തില്ലെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ വിഷയം മജ്ലിസ് ഷൂറ ചർച്ച ചെയ്യുകയും നിയമനിർമ്മാണത്തിനായി സ്റ്റേറ്റ് കൗൺസിലിനെ കൈമാറുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നികുതി സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കും. ആദായനികുതിയിൽ വിശദ പഠനങ്ങൾക്ക് ശേഷം മാത്രമാകും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. റൂവി സുൽത്താൻ ഖാബൂസ് മസ്ജിദിന് പിൻവശത്തെ പ്രധാന പാതയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. സമീപത്തെ വാദിയിൽ നിന്നും വെള്ളപ്പാച്ചിലിൽ നിന്നും ജലമൊഴുകിയെത്തുന്നതിനാൽ ഇവിടെ കുഴികളും വെള്ളക്കെട്ടും സ്ഥിരം കാഴ്ചയായിരുന്നു. മഴയെത്തിയാൽ സ്ഥിതി കൂടുതൽ ദുരിതമാകും. ഇത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് മാസങ്ങൾക്ക് മുമ്പ് നവീകരണത്തിന് നഗരസഭ തുടക്കം കുറിച്ചത്. എന്നാൽ റോഡ് ഉയർത്തുകയും താഴ്ഭാഗത്തുകൂടി വെള്ളമൊഴുകുന്നതിന് പ്രത്യേകം ചാലൊരുക്കുകയും ചെയ്തു എങ്കിലും റോഡിൽ വെള്ളം നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. നൂറുകണക്കിന് ആളുകൾ ഓരോ മണിക്കൂറിലും ഉപയോഗപ്പെടുത്തുന്ന പ്രധാന പാതയാണിത്. എന്നാൽ വീണ്ടും വെള്ളം ഒഴുകിയെത്തുകയും റോഡ് പൊളിയുകയും ചെയ്യുന്ന സ്ഥിതിയിൽ ഇവിടെ സ്ഥിരം പരിഹാരം കാണണമെന്ന ആവശ്യം ഡ്രൈവർമാരും സമീപത്തെ വ്യാപാരികളും താമസക്കാരും ആവശ്യപ്പെട്ടിരുന്നു. നിരവധി കടകളും താമസക്കാരുമാണ് സമീപത്തുള്ളത്. ആദ്യമായി ഈ വഴിയിൽ എത്തുന്നവർക്ക് കുഴികളും വെള്ളക്കെട്ടുകളും അപകടങ്ങൾക്കിടയാക്കുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സ്ഥിരപരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് മസ്കർ നഗരസഭ അധികൃതർ. അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ വെള്ളക്കെട്ടുകൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. സീബ് വിലായത്തിൽ പുതിയ മത്സ്യകൃഷി പദ്ധതി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം പ്രഖ്യാപിച്ചു. 30 ദശലക്ഷം റിയാൽ ചെലവിൽ 7 കിലോമീറ്റർ കടൽ തീരത്തോട് ചേർന്ന് 152.15 ഹെക്ടർ സ്ഥലത്താണ് പദ്ധതി ഒരുക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ 5000 ടൺ മത്സ്യം വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും.